നമസ്കാരം. മീനിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. കാൽസ്യം, അയഡിൻ, ഇരുമ്പ്, ചെമ്പ്, മാംഗനീസ്, സിങ്ക്, പൊട്ടാസ്യം, സെലനിയം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം എന്നിവയുടെയും വിറ്റാമിൻ എ, ഡി, ബി കോംപ്ലക്സ് എന്നിവയുടെയും സാന്നിധ്യം മത്സ്യത്തെ മികച്ച ഭക്ഷണമാക്കുന്നു. ചെമ്മീൻ, ഞണ്ട്, സാൽമൺ മത്സ്യം എന്നിവയിൽ ധാരാളമുള്ള അസ്റ്റാക്സാന്തിനുകൾ ഓക്സീകരണം വഴി ശരീരത്തിനുണ്ടാകുന്ന കേടുപാടുകൾ ചേർക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നു. എത്ര വിലയാണെങ്കിലും ഒമേഗ 3 ആസിഡുകൾ അടങ്ങിയ മത്സ്യം ഒഴിവാക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. കടൽ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഡി കാൽസ്യം പ്രദാനം ചെയ്യുന്നു. സന്ധി സംബന്ധിച്ച അസുഖങ്ങൾ ഒഴിവാക്കുമെന്ന് മാത്രമല്ല, ആമവാദം പോലുള്ള രോഗങ്ങൾ വരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനാവശ്യമായ കൊഴുപ്പുകളിൽ ഒന്നാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ശരീരത്തിനും തലച്ചോറിനും വളരെ പ്രയോജനം ചെയ്യുന്നവയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയ ഭക്ഷണമാണ് മത്സ്യം. അയല, മത്തി, കോര മീനുകളിലും ചില ഫിഷ് ഓയിൽ സപ്ലിമെന്റുകളിലും കക്ക ഇറച്ചിയിലും ഒമേഗയുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം ഡിപ്രഷനും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹൃദയാരോഗ്യവും ഒമേഗ 3 ഫാറ്റി ആസിഡുമായി അടുത്ത ബന്ധമുണ്ട്. ആഴ്ചയിൽ 2 തവണ ഫാറ്റി ഫിഷ് കഴിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം ഗർഭിണികൾ ധാരാളമായി കഴിക്കുന്നത് നല്ലതാണ്. ഗർഭിണിയുടെ ആരോഗ്യത്തിനും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ വളർച്ചയ്ക്കും ഇത് നല്ലതാണ്. ഗർഭാവസ്ഥയിൽ ഇവ ആരോഗ്യത്തിന് ലഭ്യമായാൽ നല്ല രീതിയിൽ ബുദ്ധിവികാസം, കാഴ്ചശക്തി എന്നിവ വർദ്ധിക്കും. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം ആസ്മ, ആർത്തവ സമയത്തെ വേദന എന്നിവ പരിഹരിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് മത്സ്യങ്ങളിൽ മെർക്കുറിയുടെ സാധ്യം ഉള്ളതിനാൽ അധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മിക്കവാറും എല്ലാ കടൽ വിഭവങ്ങളിലും ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സിങ്കിന് പുറമെ കാൽസ്യം പോലുള്ള പലതരം ധാതുക്കൾ കൊണ്ടും ഇവ സമ്പന്നമാണ്. ഞണ്ടും ഹൃദയത്തിന് ചേർന്ന നല്ല ഒന്നാന്തരം ഭക്ഷണം തന്നെയാണ്. ഇതിൽ സോഡിയത്തിന്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് വേണം പാചകം ചെയ്യാനായിട്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചെമ്മീനിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ തടയാനും ചെറുപ്പം നിലനിർത്താനും ഇത് സഹായിക്കും. ഇവ പാകത്തിന് മാത്രം വേവിക്കുക. കൂടുതൽ വേവിക്കുന്നത് ഇതിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കും. കൊളസ്ട്രോൾ പ്രശ്നങ്ങൾക്ക് ഉത്തമമാണ് സാൽമൺ മത്സ്യം. കൊളസ്ട്രോൾ, നീർക്കെട്ട്, രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് ഉത്തമമാണ് സാൽമൺ മത്സ്യം. തലച്ചോറിന്റെ വളർച്ചയ്ക്കും കടൽ മത്സ്യങ്ങൾ ഗുണകരമാണ്. കാരി, മുഷി തുടങ്ങിയ മത്സ്യങ്ങൾ വറുത്ത് കഴിക്കുന്നത് ഒഴിവാക്കണം. കറി വെച്ച് കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് മികച്ചതാണ്. കലോറിയും ലവണാംശവും കുറഞ്ഞ പോഷകാഹാരമാണ് മത്സ്യം. അതേസമയം പ്രോട്ടീനും ധാതുക്കളും വിറ്റാമിനുകളും സൂക്ഷ്മ പോഷകങ്ങളും സമൃദ്ധമാണതിൽ എളുപ്പം ദഹിക്കുകയും ചെയ്യും. മത്സ്യം ഉൾപ്പെടെയുള്ള മാംസ ഭക്ഷണങ്ങളിൽ നിന്നുള്ള ഇരുമ്പിന്റെ ജൈവ ലഭ്യത വളരെ കൂടുതലാണ്. വിറ്റാമിൻ B12, ഫോളിക് ആസിഡ് എന്നിവയുടെ കുറവ് മൂലവും വിളർച്ച സംഭവിക്കാം. ഈ സാഹചര്യത്തിലും മത്സ്യവിഭവങ്ങളുടെ ഉപയോഗം ഒരു ഉത്തമ പരിഹാരമാണ്. കടൽ വിഭവങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പുരുഷ ബീജങ്ങളുടെ എണ്ണവും ചലനശേഷിയും വർദ്ധിക്കും. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവും വർദ്ധിക്കും. അതുവഴി പുരുഷന്മാരിലെ പ്രത്യുൽപാദന ശേഷി മെച്ചപ്പെടും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മത്സ്യവിഭവങ്ങൾ ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.